വെൽക്കം ടു മെക്ഫിറ്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തേർഡ് മോഡ്യൂളിലെ കുറച്ച് MCQs ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സൈഡ് ഓഫ് എ ഫയൽ? ഓപ്ഷൻ എ എഡ്ജ് ഓഫ് ഫയൽ, ഹീൽ ഓഫ് എ ഫയൽ, ഫേസ് ഓഫ് എ ഫയൽ, ഷോൾഡർ ഓഫ് എ ഫയൽ. അപ്പോൾ സൈഡ് എന്ന് പറയാൻ നേരത്ത് എഡ്ജ് പോയി കുത്തരുത്. സൈഡ് എന്ന് പറയുന്നത് ഫേസിനെ തന്നെയാണ്. ബ്രോഡ് പാർട്ട് ഓഫ് ഫയലാണ്, അവിടെയാണ് നമ്മൾ ടീത്ത് കട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുകൂടാതെ എഡ്ജസിലും ടീത്ത് സൈഡ്സിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ്, unhardened portion of a file. ഓപ്ഷൻ എ എഡ്ജ്, ഫേസ്, ഹീൽ, ടാങ്ക്. അൺഹാർഡൻഡ് പോർഷൻ ഓഫ് എ ഫയൽ എന്ന് പറയുന്നത് അത് ടാങ്ക് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫയൽസ് യൂസ്ഡ് ഫോർ ഫയലിംഗ് സോഫ്റ്റ് മെറ്റൽസ് ലൈക്ക് ബ്രാസ്, അലൂമിനിയം എക്സെട്ര. അപ്പോൾ സോഫ്റ്റ് മെറ്റൽസ് ആയിട്ടുള്ള ബ്രാസ്, അലൂമിനിയം ഇവയൊക്കെ ഫയൽ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫയൽ ഏതാണ്? ഓപ്ഷൻ എ ഡബിൾ കട്ട് ഫയൽ, റാസ്പ് കട്ട് ഫയൽ, സിംഗിൾ കട്ട് ഫയൽ, ബസ്റ്റാർഡ് ഫയൽ. അപ്പോൾ ഇതിൽ സിംഗിൾ കട്ട് ഫയലാണ് നമ്മൾ ഈ സോഫ്റ്റ് മെറ്റൽസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ സിംഗിൾ കട്ട് ഫയൽ ടീത്ത് അറ്റ് ആൻ ആംഗിൾ ഓഫ്. ടീത്ത് എത്ര ഡിഗ്രിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്? സിംഗിൾ കട്ട് ഫയലിൽ 60 ഡിഗ്രിയിലാണ് ടീത്ത് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഓവർ കട്ട് ആംഗിളും ഇത് അപ്പ് കട്ടുമാണ്. ഓക്കെ, അപ്പോൾ ഫയൽസിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഏരിയ എന്ന് പറയുന്നത് അതിൻ്റെ കട്ട്, ഗ്രേഡ്, ഷേപ്പ്, ആ ഏരിയയിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫയൽസ് ഹാവ് ഹാഫ് റൗണ്ട് ഷേപ്പ്? ഹാഫ് റൗണ്ട് ഷേപ്പുള്ള ഫയൽ ഏതാണ്? ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൻ്റെ ക്രോസ് സെക്ഷനാണ്. ഓക്കെ, കർവ്ഡ് കട്ട് ഫയൽ, സിംഗിൾ കട്ട് ഫയൽ, ഡബിൾ കട്ട് ഫയൽ, റാസ്പ് കട്ട് ഫയൽ. അപ്പം എല്ലാവരും മിക്കവാറും ആൻസർ ചെയ്യുക കർവ്ഡ് കട്ട് ഫയൽ ആയിരിക്കും. പക്ഷേ ക്രോസ് സെക്ഷൻ റാസ്പ് കട്ട് ഫയലിൻ്റെയാണ് ഹാഫ് റൗണ്ട് ഷേപ്പ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇപ്പോൾ റാസ്പ് കട്ട് ഫയൽ യൂസ് ചെയ്യുന്നത് വുഡ്, ലെതർ അതുപോലെയുള്ള മെറ്റീരിയൽസ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫയൽസ് ആർ സ്പെസിഫൈഡ് ബൈ. ഒരു ഫയൽ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്? ഒന്ന് ലെങ്ത്, ഗ്രേഡ്, കട്ട് ആൻഡ് ഷേപ്പ്. ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദ എബവ് ആണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ഒരു ഫയൽസിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. ലെങ്ത്, ഗ്രേഡ്, അതിൻ്റെ കട്ട് ഏതാണ്, പിന്നെ ഷേപ്പ് ഏതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ഫയൽ? ഒരു ഫയലിൻ്റെ ലെങ്ത് പറയുന്നത് ടിപ്പ് ടു ടാങ്ക് ആണോ, ടിപ്പ് ടു ഹീലാണോ, ടിപ്പ് ടു ഹാൻഡിൽ എൻഡ് ആണോ, ടിപ്പ് ടു ഷോൾഡർ ആണോ? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ടിപ്പ് ടു ഹീലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫയൽ ഈസ് യൂസ്ഡ് ടു ബ്രിങ് ദ ജോബ് ക്ലോസ് ടു ഫിനിഷിംഗ് സൈസ്? വിച്ച് ഫയൽ ഈസ് യൂസ്ഡ് ടു ബ്രിങ് ദ ജോബ് ക്ലോസ് ടു ഫിനിഷിംഗ് സൈസ്? ആ ഫിനിഷിംഗ് സൈസിലേക്ക് എത്തിക്കുന്നത്, അതായത് ഫിനിഷ് ചെയ്യുന്നതല്ല, ഫിനിഷിംഗ് സൈസിലേക്ക് എത്തിക്കുന്നത് ഏത് ഫയലാണെന്നാണ് ക്വസ്റ്റ്യൻ. ബസ്റ്റാർഡ് ഫയലാണോ, റഫ് ഫയലാണോ, സെക്കൻഡ് കട്ട് ഫയലാണോ, സ്മൂത്ത് ഫയലാണോ? ഇപ്പോൾ ഫിനിഷിംഗ് കാണാൻ നേരത്ത് സ്മൂത്ത് ഫയൽ പോയി അറ്റൻഡ് ചെയ്യരുത്. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് സെക്കൻഡ് കട്ട് ഫയലാണ്. അതിൻ്റെ ഡെഫിനിഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ജോബ് ക്ലോസ് ടു ഫിനിഷിംഗ് സൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് കട്ട്സ് ഓവർ ദ ലെങ്ത് ഓഫ് 10 mm ഇൻ ബസ്റ്റാർഡ് ഫയൽ. ഒരു ബസ്റ്റാർഡ് ഫയലിൽ അതിൻ്റെ നമ്പർ ഓഫ് കട്ട് എന്ന് പറയുന്നത് 10 mm എത്രയായിരിക്കും? ഇപ്പോൾ ഒരു ലെങ്ത് പറഞ്ഞിരിക്കുന്നു 10 mm. 10 mm എത്ര നമ്പർ ഓഫ് കട്ട്സ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ് ബസ്റ്റാർഡ് ഫയൽ. അതിലൊരു ടേബിൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, RB SSD. ഓക്കെ, RB SSD എന്ന് പഠിച്ചാൽ മതി. അപ്പോൾ ബസ്റ്റാർഡ് ഫയൽ എന്ന് പറയുന്നത് 9 to 13 ആണ് അതിൻ്റെ റേഞ്ച് വരുന്നത്. റഫ് ഫയലിൻ്റെ 5 to 8 ആണ്. ഓക്കെ, അപ്പോൾ ആ ടേബിൾ നിങ്ങളൊന്ന് നോക്കിയേക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫയൽ ഈസ് യൂസ്ഡ് ഫോർ ഫയലിംഗ് നാരോ ഗ്രൂവ്സ് ആൻഡ് ആംഗിൾസ് അബൌവ് 10 degree? വിച്ച് ഫയൽ ഈസ് യൂസ്ഡ് ഫോർ ഫയലിംഗ് നാരോ ഗ്രൂവ്സ് ആൻഡ് ആംഗിൾസ് ഓഫ് അബൌവ് 10 degree? ഹാൻഡ് ഫയൽ, ഹാഫ് റൗണ്ട് ഫയൽ, ട്രയാങ്കുലർ ഫയൽ, നൈഫ് എഡ്ജ് ഫയൽ. ഇപ്പോൾ ഷേപ്പ് വെച്ചിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഫയലിനെ. അപ്പോൾ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ് ഇതിനെ പറയുന്നത് നൈഫ് എഡ്ജ് ഫയൽ എന്നാണ് പറയുന്നത്. ഓക്കെ, 60 degree എബവ് ആണെങ്കിൽ ട്രയാങ്കുലർ ഫയലാണ് അവിടെ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ക്വയർ, റൗണ്ട്, ഹാഫ് റൗണ്ട് ആൻഡ് ട്രയാങ്കുലർ ഫയൽസ് അവൈലബിൾ ഇൻ വിച്ച് ഗ്രേഡ്? അപ്പോൾ ഈ ഷേപ്പ് പറഞ്ഞിട്ടുള്ള ഈ ഫയൽസ് ഏതൊക്കെ ഗ്രേഡ്സിലാണ് നമുക്ക് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം അവൈലബിൾ ആയിട്ടുള്ളതാണ്? റഫ്, ബസ്റ്റാർഡ് സ്മൂത്ത്, ബസ്റ്റാർഡ് സെക്കൻഡ് കട്ട് സ്മൂത്ത്, ബസ്റ്റാർഡ് സെക്കൻഡ് കട്ട് ഡെഡ് സ്മൂത്ത്, റഫ് സെക്കൻഡ് കട്ട് സ്മൂത്ത്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നോട്ട് ചെയ്ത് വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, ബസ്റ്റാർഡ് സെക്കൻഡ് കട്ട് സ്മൂത്ത് ആണ്. ഓക്കെ,
ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൽ ഗ്രേഡ് സി നമുക്ക് ഒഴിവാക്കിയിട്ടുള്ളത് റഫ് ഫയലാണ്. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നെക്സ്റ്റ്, നീഡിൽ ഫയൽസ് അവൈലബിൾ ഇൻ സൈസ്. ഇപ്പോൾ ഒരു നീഡിൽ ഫയൽ അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഏതാണെന്നുള്ളതാണ്. 100 to 200 mm, 120 to 180 mm, 150 to 300, 100 to 180 mm. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 120 to 180 mm ആണ്. ഓക്കെ, നെക്സ്റ്റ് നീഡിൽ ഫയലിൻ്റെ IS കോഡാണ്. നീഡിൽ ഫയൽസ് IS കോഡ്. നീഡിൽ ഫയലിൻ്റെ IS കോഡ് എന്ന് പറയുന്നത് IS 3512 ആണോ, 3152 ആണോ, 3612 ആണോ, 4612 ആണോ? അതിൻ്റെ BIS നമ്പർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി IS 3152 ആണ്. അപ്പോൾ നീഡിൽ ഫയലിൻ്റെ IS കോഡ് നോട്ട് ചെയ്ത് വെച്ചേക്കുക, IS 3152 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് മിൽസ് ഓഫ് ഫയൽ. അപ്പോൾ നമുക്ക് സ്പെഷ്യൽ ഫയൽസ് പഠിക്കാനുണ്ട്. അതിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് മിൽസ് ഓഫ് ഫയൽ. അതെന്ന് പറയുന്നത് യൂസ്ഡ് ഫോർ ഷാർപ്പനിങ് ടീത്ത് ഓഫ് വുഡ് വർക്കിംഗ് സോസ് ആണോ, ഡൈസിംഗിങ് ആൻഡ് സിൽവർ സ്മിത്ത് വർക്കിങ്ങിനാണോ, ഫിനിഷിംഗ് ഓട്ടോമൊബൈൽ ബോഡീസ് ആണോ, ഫിനിഷിംഗ് ഷാർപ്പ് കോർണേഴ്സ് ആണോ? എൻ്റെ ആൻസർ എന്ന് പറയുന്നത് മിൽസോ. ഓക്കെ, മിൽസോ എന്ന് പറയുന്നത് തടിമില്ലിൻ്റെ കാര്യം ഓർത്താൽ മതി, വുഡ് വർക്കിംഗ് സോസിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഈ കൊടുത്തിരിക്കുന്ന ഓരോന്നും ഓരോ സ്പെഷ്യൽ ഫയൽസിൻ്റെ ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ അത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫയലിംഗ് ടെക്നിക് ഈസ് യൂസ് ടു ഫിനിഷ് ദ ജോബ് സർഫസ്? ഒരു ജോബ് സർഫസ് ഫിനിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫയലിംഗ് ടെക്നിക് ഏതാണ്? ട്രാൻസ്വേഴ്സ് ഫയലിംഗ് ആണോ, ലോഞ്ചിറ്റ്യൂണൽ ഫയലിംഗ് ആണോ, ഡയഗണൽ ഫയലിംഗ് ആണോ, അതോ ക്രോസ് ഫയലിംഗ് ആണോ? എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ലോഞ്ചിറ്റ്യൂണൽ ഫയലിംഗ് ആണ്. ട്രാൻസ്വേഴ്സ് ഫയലിംഗ് എന്ന് പറയുന്നത് ആ ജോബ് സർഫസിനെ ഫിനിഷ് സൈസിലേക്ക് എത്തിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ക്ലോസ് ടു ദ ഫിനിഷ് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്വേഴ്സ് ഫയലിംഗ് ആണ്. ഓക്കെ, ഫിനിഷ് ചെയ്യാനായിട്ട് ലോഞ്ചിറ്റ്യൂണൽ ഫയലിംഗ് ആണ്. ഡയഗണൽ ഫയലിംഗ് എന്ന് പറയുമ്പോൾ എക്സസ് ആയിട്ട് മെറ്റൽ റിമൂവ് ചെയ്യാനായിട്ടാണെന്നും നോട്ട് ചെയ്ത് വെച്ചേക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ യൂസ് ഓഫ് കേപ്പ് ചിസൽ? കേപ്പ് ചിസലിൻ്റെ യൂസ് എന്താണ്? റിമൂവ് മെറ്റൽ ഫ്രം ഫ്ലാറ്റ് സർഫസ്, കട്ടിംഗ് കീവേസ് ആൻഡ് ഗ്രൂസ്, കട്ടിംഗ് കർവ്ഡ് ഗ്രൂസ്, സ്ക്വയറിംഗ് മെറ്റീരിയൽ അറ്റ് ദ കോർണേഴ്സ്. അപ്പോൾ ഈ കേപ്പ് ചിസലിന് പറയുന്ന മറ്റൊരു പേര് ക്രോസ് കട്ട് ചിസൽ എന്നാണ്. ഓക്കെ, അപ്പോൾ അത് കീവേസും ഗ്രൂസും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ ഫ്ലാറ്റ് സർഫസ്, ഒരു ലാർജ് എമൗണ്ട് ഓഫ് മെറ്റൽ ഫ്ലാറ്റ് സർഫസിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് ഫ്ലാറ്റ് ചിസലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹാഫ് റൗണ്ട് ചിസൽ നമ്മൾ കട്ടിംഗ് കർവ്ഡ് ഗ്രൂസിന് യൂസ് ചെയ്യും. മെറ്റീരിയൽ കോർണേഴ്സിൽ ഡയമണ്ട് പോയിന്റ് ചിസലാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചിസൽസ് ആർ സ്പെസിഫൈഡ് ബൈ. ചിസൽ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്? ഒന്ന് ലെങ്ത്, വിഡ്ത്ത് ഓഫ് ദ കട്ടിംഗ് എഡ്ജ്, ടൈപ്പ് ആൻഡ് ക്രോസ് സെക്ഷൻ, ഓൾ ഓഫ് ദ എബവ്. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദ എബവ് ആണ്. അപ്പോൾ ലെങ്ത് വരും, അതിൻ്റെ കട്ടിംഗ് എഡ്ജിൻ്റെ വിഡ്ത്ത് പറയും, പിന്നെ ഏത് ടൈപ്പാണ് അതിൻ്റെ ക്രോസ് സെക്ഷൻ പറയും. ഇനി വാട്ട് ഈസ് എ റൈറ്റ് ആംഗിൾ ഇൻ ചിസൽ? ഒരു ചിസലിൻ്റെ റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ ബോട്ടം ഫേസ് ഓഫ് പോയിന്റ് ആൻഡ് ടാൻജന്റ് ടു ദ വർക്ക്. ഒരു ബോട്ടം ഫേസും ആ കട്ടിംഗ് പോയിന്റിന്റെ ബോട്ടം ഫേസും ടാൻജന്റ് ടു ദ വർക്ക് ആണോ, ആംഗിൾ ബിറ്റ്വീൻ ടോപ്പ് ഫേസ് ഓഫ് കട്ടിംഗ് പോയിന്റ് ആൻഡ് നോർമൽ ടു ദ വർക്ക് ആണോ, ആംഗിൾ ഫോംഡ് ബിറ്റ്വീൻ വർക്ക് സർഫസ് ആൻഡ് ആക്സിസ് ഓഫ് ചിസൽ ആണോ, ഇൻക്ലൂഡഡ് ആംഗിൾ ബിറ്റ്വീൻ ചിസൽ എഡ്ജ് ആണോ? ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് റൈറ്റ് ആംഗിൾ എന്താണെന്നുള്ളത്. ഇപ്പം നമ്മളൊരു ഇതാണ് നമ്മുടെ ചിസൽ. ഓക്കെ, ഇതാണ് നമ്മുടെ വർക്ക് സർഫസ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ടോപ്പ് ഫേസിൽ നിന്ന് ലീഡ് ചെയ്യുന്ന. ഓക്കെ, ഈ കാണുന്ന ആംഗിളാണ് റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. ഇതേപോലെ ബോട്ടം ഫേസിൽ നിന്നൊരു ലൈനും അതിൽ നിന്നൊരു ടാൻജൻറ്റുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ക്ലിയറൻസ് ആംഗിൾ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന റൈറ്റ് ആംഗിളാണ്. റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ടോപ്പ് ഫേസ് ഓഫ് കട്ടിംഗ് പോയിന്റും ആ വർക്ക് സർഫസിന് നോർമലുമായിട്ട് വരുന്ന ഏരിയ ആണ്. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആംഗിൾ ബിറ്റ്വീൻ ടോപ്പ് ഫേസ് ഓഫ് കട്ടിംഗ് പോയിന്റ് ആൻഡ് നോർമൽ ടു ദ വർക്ക്. ഓപ്ഷൻ സിയിൽ പറഞ്ഞിരിക്കുന്നത് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനെ കുറിച്ചാണ്. ആംഗിൾ ഫോംഡ് ബിറ്റ്വീൻ വർക്ക് സർഫസ് ആൻഡ് ആക്സിസ് ഓഫ് ദ ചിസൽ. ആ ചിസലിൻ്റെ ആക്സിസും ആ വർക്ക് സർഫസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ. പിന്നെ ചിസൽ എഡ്ജ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ എഡ്ജ് ഉണ്ട്. അപ്പോൾ ഇത് ഫോം ചെയ്തതിന് ശേഷം
റൈറ്റ് ആംഗിളും ക്ലിയറൻസ് ആംഗിളും ഫോം ചെയ്തതിന് ശേഷം അതിനിടയ്ക്ക് വരുന്ന ആംഗിളാണ് പോയിന്റ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആംഗിൾ ഓഫ് ചിസൽ വൈൽ കട്ടിങ് മൈൽഡ് സ്റ്റീൽ. ഇപ്പോൾ മൈൽഡ് സ്റ്റീൽ കട്ട് ചെയ്യാൻ നേരത്ത് അവിടുത്തെ പോയിന്റ് ആംഗിൾ എത്രയാണെന്നാണ്? 30 ആണോ, 45 ആണോ, 50 ആണോ, 55 ആണോ? എൻ്റെ ആൻസർ എന്ന് പറയുന്നത് 55 ആണ്. നമ്മൾ ACBM-CH എന്ന് പഠിച്ചാൽ മതി. അതിൽ അലൂമിനിയത്തിൻ്റെ 30 ആണ്. ഓക്കെ, മൈൽഡ് സ്റ്റീൽ വരുന്നത്. പിന്നെ 45, 50, 55, 60, 65. ആദ്യത്തെ രണ്ടെണ്ണം മാത്രമേ ഒരു 50ൻ്റെ സ്റ്റെപ്പ് ഉള്ളൂ. ബാക്കിയെല്ലാം 5 വെച്ചിട്ടാണ് കൂടുന്നത്. അപ്പോൾ ACBM-CH എന്ന് പറഞ്ഞ് പഠിച്ചാൽ മതി. നമുക്ക് പോയിന്റ് ആംഗിളിൻ്റെ ഇത് പഠിക്കാനുണ്ട്. ഒരു ടേബിളുണ്ട്. ആ ടേബിൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കിയേക്കുക. ആക്യുറസി ഓഫ് ഓർഡിനറി ഡെപ്ത് ഗേജ്. ഒരു ഓർഡിനറി ഡെപ്ത് ഗേജിൻ്റെ ആക്യുറസി എത്രയാണ്? 0.01, 0.02, 0.5, 1 mm. ഒരു ഓർഡിനറി ഡെപ്ത് ഗേജിൻ്റെ 0.5 mm തന്നെയാണ് ആക്യുറസി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഹാക്സോ. ഹാക്സോയെ സംബന്ധിച്ച് റോങ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? അഡ്ജസ്റ്റബിൾ ഫ്രെയിം ഡിഫറെൻറ്റ് ലെങ്സ് ഓഫ് ബ്ലേഡ്സ് ക്യാൻ ബി ഫിറ്റഡ്. ഇപ്പോൾ അഡ്ജസ്റ്റബിൾ ഫ്രെയിമിൽ ഫ്ലാറ്റ് ടൈപ്പ് ഉണ്ട്, ട്യൂബുലാറും ഉണ്ട്. അതിൽ ഫ്ലാറ്റ് ടൈപ്പിൽ ഡിഫറെൻറ്റ് ലെങ്സ് ഓഫ് ബ്ലേഡ് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. ട്യൂബുലാർ ടൈപ്പ് അഡ്ജസ്റ്റബിൾ ഫ്രെയിം എന്ന് പറയുന്നത് ഗുഡ് ഗ്രിപ്പും കൺട്രോളും ആയിരിക്കും തരുന്നത്. ഇൻ സോളിഡ് ഫ്രെയിം ഡിഫറെൻറ്റ് ലെങ്ത് ഓഫ് ബ്ലേഡ് ക്യാൻ ബി ഫിറ്റ്. അപ്പോൾ സോളിഡ് ഫ്രെയിമിൽ ഡിഫറെൻറ്റ് ലെങ്ത് ഓഫ് ബ്ലേഡ്സ് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. പിന്നെ ഈ ഹാക്സോ ബ്ലേഡ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ ലോ അലോയ് സ്റ്റീൽ അല്ലെങ്കിൽ ഹൈ സ്പീഡ് സ്റ്റീലാണ്. അപ്പോൾ ഈ കാര്യവും നിങ്ങൾ നോട്ട് ചെയ്തേക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ പിച്ച് ഓഫ് ദ ബ്ലേഡ് ഈസ് 1.8 mm വിച്ച് മീൻസ്. ഇപ്പോൾ പിച്ച് എന്ന് പറയുന്നത് 1.8 mm ആണെങ്കിൽ അപ്പോൾ അത് മീൻ ചെയ്യുന്നത് എന്താണ്? കോഴ്സ് ആണോ, മീഡിയം ആണോ, ഫൈൻ ആണോ, വെരി ഫൈൻ ആണോ? എൻ്റെ ആൻസർ എന്ന് പറയുന്നത് കോഴ്സ് ആണ്. 1.8 എന്ന് പറയുന്നത് കോഴ്സ് പിച്ചാണ്. അതേപോലെ തന്നെ 1ഉം 1.4ഉം മീഡിയം ആണ്. ഫൈൻ എന്ന് പറയുന്നത് 0.8 ആണ്. അപ്പോൾ ഈ പിച്ചസിൻ്റെ കാര്യം നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഈ പിച്ചസ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നും കൂടെ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഫോർ ആംഗിൾ അയൺ, ബ്രാസ് ട്യൂബിംഗ്, കോപ്പർ അയൺ പൈപ്പ്, വിച്ച് പിച്ച് ഈസ് സെലക്റ്റഡ്. അപ്പം അവിടെ നമ്മൾ ഏത് പിച്ചാണ് സെലക്ട് ചെയ്യുന്നത്? 1.8 ആണോ, 1.4 ആണോ, 1 mm ആണോ, 0.8 ആണോ? ഓക്കെ, ഈ 0.8 എന്നൊക്കെ പറയുന്നത് തിൻ ട്യൂബ് കോൺഡ്യൂട്ടിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ബ്രാസ് ട്യൂബിങ്ങും കോപ്പറും വന്നു കഴിഞ്ഞാൽ അയൺ പൈപ്പും ഉണ്ട്. ആൻസർ ഓപ്ഷൻ സി 1 mm ആണ്. ഓക്കെ, അതുപോലെ തന്നെ 1.8ഉം 1.4ഉം 0.8ഉം വരുന്ന ഡിഫറെൻറ്റ് കേസ് ഉണ്ട്. അതും കൂടെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഡ്രിൽ. ഡ്രില്ലിനെ സംബന്ധിച്ച് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഡ്രിൽസ് ആർ മെയ്ഡ് ഫ്രം HSS, ഹൈ സ്പീഡ് സ്റ്റീൽ കൊണ്ടാണ്. സ്പൈറൽ ഫ്ലൂട്ട്സ് ആർ മെഷീൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 27.5 degree. ഫ്ലൂട്ട്സ് പ്രൊവൈഡ് എസ്കേപ്പ് പാത്ത് ഫോർ ചിപ്സ്, ക്യാരീസ് കൂളന്റ് ടു ദ കട്ടിംഗ് എഡ്ജ്. ഓൾ ഓഫ് ദ എബവ്. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദ എബവ് ആണ്. ഇപ്പോൾ ഇത്രയും പോയിന്റ് ഇട്ടിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രില്ലിനെ കുറിച്ച് ഒരു 3 പോയിന്റ് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും. ഹൈ സ്പീഡ് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്പൈറൽ ഫ്ലൂട്ട്സ് മെഷീൻ ചെയ്തിരിക്കുന്നത് 27.5 degree വെച്ചിട്ടാണ്. ഫ്ലൂട്ട്സ് കൊടുത്തിരിക്കുന്നത് ചിപ്സ് ഫ്ലോ ചെയ്യാനും അതുപോലെ തന്നെ കൂളന്റിനെ കട്ടിംഗ് എഡ്ജിലോട്ട് ക്യാരി ചെയ്യാനുമായിട്ട് അത് സഹായിക്കും. നെക്സ്റ്റ്, സൈസ് ഓഫ് ദ ഡ്രിൽ ഈസ് ഡിറ്റർമിൻഡ് ബൈ. ഇപ്പോൾ ഒരു ഡ്രില്ലിന്റെ സൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഡയമീറ്റർ ഓഫ് ദ ഫ്ലാങ്ക് വെച്ചിട്ടാണോ, ഡയമീറ്റർ ഓവർ ലാൻഡ് വെച്ചിട്ടാണോ, ഡയമീറ്റർ ഓവർ ഷാങ്ക് വെച്ചിട്ടാണോ, ഡയമീറ്റർ ഓവർ ടാങ്ക് വെച്ചിട്ടാണോ? ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഡയമീറ്റർ ഓവർ ലാൻഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെൻസിറ്റീവ് ബെഞ്ച് ഡ്രില്ലിംഗ് മെഷീൻ ഈസ് ഡ്രില്ലിംഗ് ഹോൾസ് അപ് ടു. ഇതൊരു എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. സെൻസിറ്റീവ് ബെഞ്ച് ഡ്രില്ലിംഗ് മെഷീനിൽ ഹോൾസ് എത്ര ഡയമീറ്റർ വരെയാണ് ഡ്രിൽ ചെയ്യാൻ പറ്റുന്നത്? 10 mm, 12.5, 15 mm, 8 mm. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 12.5 mm ആണ്. നോട്ട് ചെയ്ത് വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രൈറ്റ് ഷാങ്ക് ഡ്രിൽസ് ആർ മൗണ്ടഡ് ഇൻ. ഒരു സ്ട്രൈറ്റ് ഷാങ്ക് ഡ്രിൽസ് എവിടെയാണ് മൗണ്ട് ചെയ്യുന്നത്? സ്ലീവിലാണോ, സോക്കറ്റിലാണോ, ചക്കിലാണോ, ആർബറിലാണോ? ആൻസർ എന്ന് പറയുന്നത് ഡ്രിൽ ചക്കാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ടേപ്പർ ഷാങ്ക് ഓഫ് ഡ്രിൽ ഹാവിംഗ് മോഴ്സ് ടേപ്പർ, MD1 to 7, MD1 to 5, MD0 to 4, MD1 to 4. ഇവിടെ ടേപ്പർ ഷാങ്കിൻ്റെ മോഴ്സ് ടേപ്പർ റേഞ്ച് പറഞ്ഞിട്ടുള്ളത് പഴയ ടെക്സ്റ്റിലെ വാല്യൂ ആണ്. MD1 to MD5 ആണ്. ഇപ്പോഴുള്ള ഇതിൽ ചിലപ്പോൾ മാറ്റം കാണാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ടേപ്പർ സോക്കറ്റ് ഈസ് യൂസ്ഡ്. ഇപ്പം നമ്മൾ ടേപ്പർ സോക്കറ്റ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്?
അതുപോലെ തന്നെ സ്ലീവും ഉണ്ട്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും നോക്കി വെച്ചേക്കുക. ഡ്രിൽ ടേപ്പർ ഷാങ്ക് ഈസ് സ്മോളർ ദാൻ ദ മെഷീൻ സ്പിൻഡിൽ. ഡ്രിൽ ടേപ്പർ ഷാങ്ക് ഈസ് ഈക്വൽ ടു ദ മെഷീൻ സ്പിൻഡിൽ. ഡ്രിൽ ടേപ്പർ ഷാങ്ക് ഈസ് ബിഗ്ഗർ ദാൻ ദ മെഷീൻ സ്പിൻഡിൽ. നൺ ഓഫ് ദ എബോവ്. അപ്പോൾ ഇവിടെ എന്താ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ടേപ്പർ ഷാങ്ക് എന്ന് പറയുന്നത് മെഷീൻ സ്പിൻഡിലിനെക്കാട്ടി ബിഗ്ഗർ ആകുന്ന കേസിലാണ് നമ്മളിവിടെ ടേപ്പർ സോക്കറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. വിച്ച് ടാപ്പ് ഈസ് യൂസ് ടു സ്റ്റാർട്ട് ദ ത്രെഡ് ഇൻ ദ ഹോൾ? ഏത് ടാപ്പാണ് നമ്മൾ ത്രെഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ടിങ്ങിൽ യൂസ് ചെയ്യുന്നത്? ഓക്കെ. ടേപ്പർ ടാപ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് ടാപ്പ് ആണോ, സെക്കൻഡ് ടാപ്പ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ടാപ്പ് ആണോ, പ്ലഗ് ഓർ ബോട്ടമിംഗ് ടാപ്പ് ആണോ, അല്ലെങ്കിൽ ഡൈസെറ്റ് ആണോ? ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ടേപ്പർ ടാപ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് ടാപ്പാണ്. അപ്പോൾ അതിൻ്റെ ഡിഗ്രീസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. 4 ഡിഗ്രി, 10 ഡിഗ്രി, 20 ഡിഗ്രി. ഈ ബോട്ടമിംഗ് ടാപ്പ് അല്ലെങ്കിൽ പ്ലഗ് ടാപ്പ് യൂസ് ചെയ്യുന്നത് ആ ത്രെഡിനെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നും നോട്ട് ചെയ്ത് വെക്കുക. സെക്കൻഡ് ടാപ്പിനെ പറയുന്ന മറ്റൊരു പേര് ഇൻ്റർമീഡിയറ്റ് ടാപ്പാണ്. ടേപ്പർ ടാപ്പിനെ പറയുന്ന ഫസ്റ്റ് പേര് വേറൊരു പേര് ഫസ്റ്റ് ടാപ്പ് എന്നാണ്. ഓക്കെ. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത് 3 ടൈപ്സ് ഓഫ് ഡ്രില്ലാണ്. അപ്പോൾ അതിനകത്ത് ടൈപ്പ് N ഉണ്ട്. N എന്ന് വെച്ചാൽ നോർമൽ ലോ കാർബൺ സ്റ്റീൽ. ഓക്കെ. അതാണ് N എന്ന് ഉദ്ദേശിക്കുന്നത്. H എന്ന് പറയുമ്പോൾ ഹാർഡാണ്. ഓക്കെ. S എന്ന് പറയുമ്പോൾ സോഫ്റ്റ് ആണ്. ആ രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. നോർമൽ ജനറൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അവിടെ യൂസ് ചെയ്യുന്ന ഹെലിക്സ് ആംഗിൾ 18 തൊട്ട് 30 വരെയാണ്. അപ്പോൾ ഒരു ഹാർഡ് മെറ്റീരിയൽ, ടെനേഷ്യസ് മെറ്റീരിയലിന് ടൈപ്പ് Hൽ നമ്മൾ യൂസ് ചെയ്യുന്ന 10 to 13 ആണെന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ടൈപ്പ് S എന്ന് പറയുന്ന സോഫ്റ്റ് ടഫ് മെറ്റീരിയൽ ആണ്. അവിടെ 35 to 40 ആണ് നമ്മൾ ഹെലിക്സ് ആംഗിൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ജനറലായിട്ട് ചോദിക്കുവാണെങ്കിൽ ഒരു 20 to 35 ആ റേഞ്ചിലായിരിക്കും ചിലപ്പോൾ ആൻസർ കീയിൽ വരിക. അപ്പോൾ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നെക്സ്റ്റ്, വാട്ട് ഈസ് എ പർപ്പസ് ഓഫ് ക്ലിയറൻസ് ആംഗിൾ ഇൻ ഡ്രിൽ? അപ്പോൾ ഒരു ക്ലിയറൻസ് ആംഗിൾ ഡ്രില്ലിൻ്റെ 8 to 12 ഡിഗ്രി ആണെന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിവെൻറ്റ് ദ ഫ്രിക്ഷൻ ഓഫ് ദ ടൂൾ ബിഹൈൻഡ് ദ കട്ടിംഗ് എഡ്ജ്. അപ്പോൾ കട്ടിംഗ് എഡ്ജിന് പിറകിലായിട്ടുള്ള ആ ഫ്രിക്ഷൻ കുറക്കാനായിട്ടാണ് നമ്മൾ ക്ലിയറൻസ് ആംഗിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, ഒരു ട്വിസ്റ്റ് ഡ്രില്ലിൻ്റെ സ്പെസിഫിക്കേഷനാണ്. ട്വിസ്റ്റ് ഡ്രില്ല് 9.5 H, IS 5101 HS. വാട്ട് ഈസ് H റെപ്രസെൻറ്റ്? ഈ H എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഡയമീറ്റർ ആണോ, ടൂൾ ടൈപ്പ് ആണോ, മെറ്റീരിയൽ ആണോ, IS കോഡാണോ? അപ്പോൾ IS കോഡ് എന്ന് പറയുന്നത് 5101 ആണെന്ന് നമുക്ക് മനസ്സിലായി ഈ ക്വസ്റ്റ്യനിൽ നിന്ന്. ഇതെന്ന് പറയുന്ന മെറ്റീരിയൽ ആണ്, ഹൈ സ്പീഡ് സ്റ്റീൽ. H എന്ന് പറയുന്നത് അതിൻ്റെ ടൂൾ ടൈപ്പ് ആണ്, നേരത്തെ ഇവിടെ പറഞ്ഞ ടൈപ്പ് H. ഓക്കെ. 9.5 എന്ന് പറയുന്നത് അതിൻ്റെ ഡയമീറ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോയിന്റ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഡ്രിൽ യൂസ് ടു കട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ. സ്റ്റെയിൻലെസ് സ്റ്റീൽ കട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പോയിന്റ് ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നോർമൽ ആയിട്ടുള്ളത് 118 ഡിഗ്രിയാണ്. ഓക്കെ. ജനറൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് പോയി കുത്തിവെക്കരുത്. 130 ആണോ, 140 ആണോ, 80 ആണോ? 140 ആണ് ഇവിടുത്തെ ആൻസർ. സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലെങ്കിൽ കോപ്പറിലൊക്കെ യൂസ് ചെയ്യുന്നത്. 130 എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ തവണ സ്റ്റീല് ഒരു 70 to 120 കിലോഗ്രാം പെർ mm² എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അവിടെയാണ് 130 യൂസ് ചെയ്യുന്നത്. അതൊരു ടേബിളായിട്ട് നമ്മൾ നിമിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഓരോ വാല്യൂസും നമ്മൾ നോക്കി വെച്ചേക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ടൈപ്സ് ഓഫ് കൗണ്ടർ സിങ്ക് ഹോൾസ് അക്കോർഡിംഗ് ടു IS 3406 പാർട്ട് 1? അപ്പോൾ കൗണ്ടർ സിങ്കിങ് നമുക്ക് പഠിക്കാനുണ്ട്. അതിനകത്ത് എത്ര ടൈപ്പ് കൗണ്ടർ സിങ്ക് ഹോൾസ് ആണുള്ളത്? ഓപ്ഷൻ A 2, 3, 4, 5. അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ C 4 ആണ്. ഓക്കെ. കൗണ്ടർ സിങ്ക് ഹോൾസ് എന്ന് പറയുന്നത് ടൈപ്പ് നമുക്ക് 4 ടൈപ്പാണുള്ളത്. അത് A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D ഇല്ല, പകരം E ആണുള്ളത്. ഓക്കെ. അപ്പോൾ ഇത്രയും ടൈപ്പാണുള്ളതെന്ന് കൂടെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആംഗിൾ ഈസ് യൂസ്ഡ് ഫോർ കൗണ്ടർ സിങ്ക് ഫോർ റിവറ്റിംഗ്? അപ്പോൾ റിവറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആംഗിൾ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. 80 ഡിഗ്രി ആണോ, 75 ഡിഗ്രി ആണോ, 90 ആണോ, 120 ആണോ? റിവറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 75 ഡിഗ്രിയാണ്. ഈ ഓരോ ആംഗിൾസും ഓരോന്നിനും വേണ്ടി യൂസ് ചെയ്യുന്ന കൗണ്ടർ സിങ്ക് ആംഗിൾസ് ആണ്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ ആ ടേബിൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതിൽ നിന്നൊക്കെ ചിലപ്പോൾ നിമി വെച്ചാണ് ക്വസ്റ്റ്യൻ ഇടുന്നതെങ്കിൽ അതേപോലെ ഡയറക്റ്റ് കയറി ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓപ്പറേഷൻ ഓഫ് എൻലാർജിങ് എ ഹോൾ ടു ഗിവൺ ഡെപ്ത് ഫോർ അക്കോമഡേറ്റ് സോക്കറ്റ് ഹെഡ്സ് ഓർ ക്യാപ് സ്ക്രൂസ്? കൗണ്ടർ സിങ്കിങ് ആണോ, കൗണ്ടർ ബോറിംഗ് ആണോ, സ്പോട്ട് ഫേസിംഗ് ആണോ, റീമിംഗ് ആണോ? ഒരു ഗിവൺ ഡെപ്തിൽ എൻലാർജ് ചെയ്യുകയാണ് ഹോൾ. എന്തിനാണ്? സോക്കറ്റ് ഹെഡ്സോ ക്യാപ് സ്ക്രൂസോ പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ്, അക്കോമഡേറ്റ് ചെയ്യാനായിട്ടാണ്. അതിനെ പറയുന്ന പേരാണ് കൗണ്ടർ ബോറിംഗ്. ഓക്കെ. കൗണ്ടർ സിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതേപോലെ ഒരു ബിവൽ എഡ്ജ് അല്ലെങ്കിൽ ഒരു കോണിക്കൽ ഷേപ്പ് ആയിരിക്കും റെസസ് ആയിരിക്കും നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഹോൾസിൽ. അതിൻ്റെ പ്രൊജക്ഷൻ ഇല്ലാതിരിക്കാനായിട്ട് ഉള്ളിലേക്കാക്കി ഫ്ലഷ് ചെയ്തിരിക്കും. ഓക്കെ, അതിനാണ് കൗണ്ടർ സിങ്കിങ് എന്ന് പറയുന്നത്. സ്പോട്ട് ഫേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രില്ല് ചെയ്തതിന് ശേഷം ഇവിടെ ബർസൊക്കെ കാണും. ഓക്കെ, അതൊക്കെ റിമൂവ് ചെയ്ത് ഒരു ഷാലോ ഡെപ്തിൽ നമ്മുടെ ബോൾട്ട് ഹെഡോ സ്ക്രൂ ഹെഡോ അവിടെ കൊടുക്കാനായിട്ടാണ് നമ്മൾ സ്പോട്ട് ഫേസിങ് ചെയ്യുന്നത്. അപ്പോൾ അത് മൂന്നും എന്താണെന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചേക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 2 മെയിൻ ടൈപ്സ് ഓഫ് കൗണ്ടർ ബോർസ്? കൗണ്ടർ ബോർസ് മെയിൻ ഏതൊക്കെയാണ്? ടൈപ്പ് എ ആൻഡ് ബി ആണോ, ടൈപ്പ് സി ആൻഡ് ഡി ആണോ, ടൈപ്പ് എച്ച് ആൻഡ് കെ ആണോ, ടൈപ്പ് എ ബി ആൻഡ് ടൈപ്പ് എ ആണോ? അപ്പോൾ നമ്മൾ പല ടൈപ്പ് പഠിച്ചിട്ടുണ്ട്. കൗണ്ടർ ബോറിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് ടൈപ്പ് എച്ച് ആൻഡ് കെ ആണ്. ഇത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാൻഡ് റീമർ വിത്ത് പൈലറ്റ് ഈസ് യൂസ്ഡ് ഇൻ റീമിംഗ് പ്രോസസ്. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് പൈലറ്റ്? ഇപ്പോൾ ഹാൻഡ് റീമറിൽ നമ്മൾ പൈലറ്റ് യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. പൈലറ്റ് കീപ്സ് എ റീമർ കോൺസെൻട്രിക് വിത്ത് ഹോൾ, റീമിംഗ് ഇന്റേണൽ മോസ്റ്റ് ടേപ്പേർഡ് ഹോൾസ്, റെഡ്യൂസ് സ്കാറ്ററിംഗ് വൈൽ റീമിംഗ് ഹോൾസ് വിത്ത് പാരലൽ സൈഡ്സ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പൈലറ്റ് കീപ്സ് ദ റീമർ കോൺസെൻട്രിക് വിത്ത് ഹോൾസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ഫോർമുല ടു കാൽക്കുലേറ്റ് ഡ്രിൽ സൈസ് ഫോർ റീമിംഗ്? റീമിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന അതിൻ്റെ ഡ്രിൽ സൈസ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഡ്രിൽ സൈസ് ഈക്വൽ ടു റീംഡ് സൈസ് പ്ലസ് അണ്ടർ സൈസ് പ്ലസ് ഓവർ സൈസ്. ഡ്രിൽ സൈസ് ഈക്വൽ ടു റീംഡ് സൈസ് മൈനസ് അണ്ടർ സൈസ് പ്ലസ് ഓവർ സൈസ്. ഡ്രിൽ സൈസ് ഇസ് ഈക്വൽ ടു ഡ്രീം സൈസ് പ്ലസ് അണ്ടർ സൈസ് മൈനസ് ഓവർ സൈസ്. ഡ്രിൽ സൈസ് റീംഡ് സൈസ് മൈനസ് അണ്ടർ സൈസ് മൈനസ് ഓവർ സൈസ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. റീംഡ് സൈസിൽ നിന്ന് ഓക്കെ ഡ്രില്ലിൻ്റെ സൈസ് എന്തായാലും റീമിങ്ങിനെ കാട്ടി ചെറുതായിരിക്കും. അപ്പോൾ ആ റീമറിൻ്റെ സൈസിൽ നിന്ന് നമ്മൾ അണ്ടർ സൈസും ഓവർ സൈസും മൈനസ് ചെയ്യാൻ നേരത്തായിരിക്കും ഡ്രിൽ സൈസ് കിട്ടുന്നത്. ചിലപ്പോൾ ഇത് പ്രോബ്ലം ആയിട്ട് വാല്യൂ തന്നിട്ടും ചോദിക്കാം. ഓക്കെ, അണ്ടർ സൈസിൻ്റെ വാല്യൂ ഓവർ സൈസിൻ്റെ വാല്യൂം തരാം, എന്നിട്ട് റീംഡ് സൈസും തരാം. അല്ലെങ്കിൽ ഇതിൽ നിന്ന് റീംഡ് സൈസ് കണ്ടുപിടിക്കാനോ ഡ്രിൽ സൈസ് കണ്ടുപിടിക്കാനോ ചോദിക്കാം. ആ രീതിയിലും ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. പ്രോസസ് ഓഫ് കട്ടിംഗ് എക്സ്റ്റേണൽ ത്രെഡ്സ് ഓൺ സിലിണ്ടറിക്കൽ വർക്ക് പീസ് വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ്? അപ്പോൾ ഇവിടെ എക്സ്റ്റേണൽ ത്രെഡ് ആണ് കട്ട് ചെയ്യേണ്ടത്. അതിന് ടാപ്പാണോ, ടാപ്പ് റെഞ്ചാണോ, ഡൈസ് ആണോ, ഡൈ നെറ്റാണോ യൂസ് ചെയ്യുന്നത്? ഓക്കെ, എക്സ്റ്റേണൽ ത്രെഡ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഡൈസ് ആണ് യൂസ് ചെയ്യുന്നത്. ഡൈ നെറ്റ് എന്ന് പറയുന്നത് അതിന് ഡാമേജ് വന്നതിനെ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ടാപ്പ് എന്ന് പറയുന്നത് ഇന്റേണൽ ത്രെഡ് കട്ട് ചെയ്യാനാണ്. ടാപ്പ് റെഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ടാപ്പിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ബ്ലാങ്ക് സൈസ് കണ്ടുപിടിക്കുന്ന ഒരു ഫോർമുലയാണ്. ഫോർ കട്ടിംഗ് ത്രെഡ് ഓഫ് M12 വിത്ത് 1.75 mm പിച്ച്, ഡയമീറ്റർ ഓഫ് ബ്ലാങ്ക്. അപ്പോൾ ഈ ഡയമീറ്റർ ഓഫ് ബ്ലാങ്ക് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഡി. ഇപ്പോൾ ത്രെഡിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഓക്കെ കട്ടിംഗ് ത്രെഡ് ഓഫ് M12 വിത്ത് 1.1. ഈ ഡി എന്ന് പറയുന്നത് 12 ആണ്. 1.75 ആണ് അവിടുത്തെ പിച്ച്. ആ പിച്ചിൻ്റെ ഓക്കെ ബൈ 10 ചെയ്യുക. അപ്പോൾ 0.175 എന്ന് കിട്ടും. 12 നിന്ന് അത് മൈനസ് ചെയ്യാൻ നേരത്ത് 11.825 എന്ന് കിട്ടും. അതായിരിക്കും നമ്മുടെ ബ്ലാങ്ക് സൈസ്. അതിനെ നമുക്ക് റൗണ്ട് ചെയ്ത് 11.8 എന്ന് എഴുതാം. ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമുക്ക് പ്രോബ്ലം ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് നോട്ട് ചെയ്തേക്കുക, നമ്മുടെ നിമിയിലുള്ള ഒരു പ്രോബ്ലമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാർക്കിംഗ് ഓഫ് ഗ്രൈൻഡിങ് വീൽ 51A 46H V8. വാട്ട് ഡസ് H റെപ്രസെൻറ്റ്സ്? ഇതിൽ ഈ H എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ്. ഗ്രിഡ് സൈസ് ആണോ, ഗ്രെയിൻ സൈസ് ആണോ, ഗ്രേഡ് ആണോ, സ്ട്രക്ചർ ആണോ? ഓക്കെ, ആ H എന്ന് പറയുന്നത് അതിൻ്റെ ഗ്രേഡിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമുക്കൊരു ടേബിൾ അതിൽ നിന്ന് പഠിക്കാനുണ്ട്. അപ്പം ജസ്റ്റ് അതെന്തായാലും നോക്കിയിട്ടേ പോകാവുള്ളൂ. ഗ്രിഡ് സൈസ് എന്താണ്, ഗ്രെയിൻ സൈസ് എന്താണ്, ഗ്രേഡ് എന്താണ്, സ്ട്രക്ചർ എന്താണ്. ഓക്കെ, ഓപ്പൺ ഉണ്ട്, ഡെൻ സ്ട്രക്ചർ ഉണ്ട്, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. നെക്സ്റ്റ്, വിച്ച് വൺ ഈസ് നാച്ചുറൽ അബ്രസീവ്? ഇതിൽ നാച്ചുറൽ ആയിട്ടുള്ള അബ്രസീവ് ഏതാണ്? സിലിക്കൺ കാർബൈഡ് ആണോ, കൊറണ്ടോ ആണോ, അലൂമിനിയം ഓക്സൈഡ് ആണോ, ബോറോൺ കാർബൈഡ് ആണോ? കൊറണ്ടോ ആണ് നാച്ചുറൽ അബ്രസീവ്. ഇത് കൂടാതെ എമരിയും ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ചോദിക്കാം. ഈ അലൂമിനിയം ഓക്സൈഡ്, ബോറോൺ കാർബൈഡ്, സിലിക്കൺ കാർബൈഡ് ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള അബ്രസീവ്സ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലെറ്റർ റെപ്രസെൻറ്റ്സ് റെസിനോയിഡ് ബോണ്ട്? ഇപ്പോൾ റെസിനോയിഡ് ബോണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? ഫസ്റ്റ് ഓപ്ഷൻ R, V, S, B. അപ്പോൾ ഈ റെസിനോയിഡ് ബോണ്ട് കാണുമ്പോൾ R പോയി കുത്താനുള്ള ചാൻസ് ഉണ്ട്. ഓപ്ഷൻ A R ആയിരിക്കും തരിക. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ B ആണ്. R എന്ന് പറയുന്നത് റബ്ബർ ബോണ്ടാണ്. ഓക്കെ, അതുപോലെ വിട്രിഫൈഡ് ബോണ്ട്, സിലിക്കേറ്റ് ബോണ്ട്, അതുപോലെ തന്നെ E എന്ന് പറയുന്ന ലെറ്റർ ഉണ്ട്, അത് ഷെല്ലാക്ക് ബോണ്ടാണ്.
ഇത്രയും കാര്യങ്ങളും കൂടെ നമ്മൾ ഗ്രൈൻഡിങ്ങിൽ നിന്ന് അറിഞ്ഞിരിക്കണം. അബ്രസീവ് ഗ്രെയിൻസ് ബിക്കംസ് ഡൾ ആൻഡ് ബോണ്ട് മേ നോട്ട് റിലീസ് ബ്ലണ്ട് ഗ്രെയിൻസ്. വാട്ട് ഈസ് എ ഡിഫക്റ്റ്? ഇപ്പോൾ അബ്രസീവ് ഗ്രെയിൻസ് ഡള്ളാകുന്നു, ഇപ്പോൾ ബോണ്ട് പുതിയ ഗ്രെയിൻസ് റിലീസ് ചെയ്യുന്നില്ല. അപ്പോൾ അത്തരം പ്രോസസ് എന്ന് പറഞ്ഞാൽ ലോഡിംഗ് എന്നാണോ, ഗ്ലേസിംഗ് എന്നാണോ, ട്രൂയിങ് എന്നാണോ, ഡ്രസ്സിംഗ് എന്നാണോ? അങ്ങനെ പറയുന്ന പേര് ഗ്ലേസിംഗ് എന്നാണ്. ഇപ്പോൾ ലോഡിങ്ങും ട്രൂയിങ്ങും ഡ്രസ്സിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് അതെന്താണെന്ന് നോക്കുക. ലോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡക്റ്റൈൽ മെറ്റീരിയൽ നമ്മൾ ഗ്രൈൻഡ് ചെയ്യാൻ നേരത്ത് ഈ ചിപ്സ് ഒക്കെ അതിനിടയ്ക്ക് ക്ലോഗ് ചെയ്യും, അങ്ങനെ കട്ടിങ് ആക്ഷൻ നടക്കാതെ വരും. അപ്പം അതിനെ പറയുന്ന പേരാണ് ലോഡിങ്. ഡ്രസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയമണ്ട് പോയിന്റ് ഡ്രസ്സർ വെച്ചോ അതുപോലെയുള്ള ഡ്രസ്സിങ് ടൂൾ വെച്ചോ അതിനെ കട്ടിങ് ആക്ഷൻ തിരിച്ചു കൊണ്ടുവരുന്ന ആ പ്രോസസ്സിനാണ് ഡ്രസ്സിങ് എന്ന് പറയുന്നത്. ട്രൂയിങ് എന്ന് പറഞ്ഞാൽ അതിനെ കോൺസെൻട്രിക് ആക്കുന്നതാണ്. ഒരുപാട് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ സർക്കുലർ ആയിട്ടിരിക്കുന്ന ഗ്രൈൻഡിങ് മെഷീൻ ഓവൽ ഷേപ്പൊക്കെ ആവും. അപ്പോൾ അത് കോൺസെൻട്രിക് ആക്കാനായിട്ടാണ് ട്രൂയിങ് ചെയ്യുന്നത്. നെക്സ്റ്റ്, പെഡസ്റ്റൽ ഗ്രൈൻഡേഴ്സ് ആർ യൂസ്ഡ് ഫോർ. പെഡസ്റ്റൽ ഗ്രൈൻഡേഴ്സ് യൂസ് ചെയ്യുന്നത് ലൈറ്റ് ഡ്യൂട്ടി വർക്കിനാണോ ഹെവി ഡ്യൂട്ടി വർക്കിനാണോ? പെഡസ്റ്റൽ ഗ്രൈൻഡേഴ്സ് യൂസ് ചെയ്യുന്നത് ഹെവി ഡ്യൂട്ടി വർക്കിനാണ് യൂസ് ചെയ്യുക. അതുപോലെ ബെഞ്ച് ലൈറ്റ് ഡ്യൂട്ടി വർക്കിനാണെന്നും മനസ്സിലാക്കി വെച്ചേക്കുക. ടെലസ്കോപ്പിക് ഗേജസ് ആർ അവൈലബിൾ ഇൻ ഡാഷ് നമ്പേഴ്സ്. 8 to 150 ആണ് അതിൻ്റെ റേഞ്ച് വരുന്നത്. ഓക്കെ, സെറ്റ് ഓഫ് 4 ആണോ, സെറ്റ് ഓഫ് 6 ആണോ, സെറ്റ് ഓഫ് 5 ആണോ, സെറ്റ് ഓഫ് 10 ആണോ? എൻ്റെ ആൻസർ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് 6 ആണ്. ഔട്ടാണ് സിലബസ്, പക്ഷേ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നെക്സ്റ്റ്, സ്മോൾ ഹോൾ ഗേജസ് ആർ അവൈലബിൾ ഇൻ ഡാഷ് നമ്പേഴ്സ്. 3 to 13 mm ആണ് അതിൻ്റെ റേഞ്ച്. സെറ്റ് ഓഫ് 4 ആണോ, സെറ്റ് ഓഫ് 6 ആണോ, സെറ്റ് ഓഫ് 7 ആണോ, സെറ്റ് ഓഫ് 5 ആണോ? ഒരു MCQ ഞാൻ സെറ്റ് ഓഫ് 7 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതല്ല, സെറ്റ് ഓഫ് 4 ആണ് ആൻസർ. അത് ആ MCQയിൽ തന്നെ പിൻ ചെയ്തിട്ടുണ്ട്, കറക്ഷൻ പറഞ്ഞു തന്നത്. ഓക്കെ, ഫോർ സ്ക്രാപ്പിംഗ് കർവ്ഡ് സർഫസ് വിച്ച് സ്ക്രാപ്പർ ഈസ് യൂസ്ഡ്. ഇപ്പോൾ ഒരു കർവ്ഡ് സർഫസ് സ്ക്രാപ്പ് ചെയ്യാനായിട്ട് ഏത് സ്ക്രാപ്പറാണ് യൂസ് ചെയ്യുന്നത്? ഫ്ലാറ്റ് ആണോ, ഹുക്ക് സ്ക്രാപ്പർ ആണോ, ഹാഫ് റൗണ്ട് സ്ക്രാപ്പർ ആണോ, ബുൾനോ സ്ക്രാപ്പർ ആണോ? അപ്പോൾ ഹാഫ് റൗണ്ട് സ്ക്രാപ്പറാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്ക്രാപ്പറും എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. സ്ക്രാപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സ്ക്രാപ്പർ മെറ്റീരിയൽ, ഇപ്പോൾ ഒരു സ്ക്രാപ്പറിൻ്റെ മെറ്റീരിയൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഹൈ ഗ്രേഡ് ടൂൾ സ്റ്റീൽ കൊണ്ടാണോ, സ്പെഷ്യൽ അലോയ് സ്റ്റീൽ കൊണ്ടാണോ, ടങ്സ്റ്റൻ കാർബൈഡ് ടിപ്പ് കൊണ്ടാണോ? ഓൾ ഓഫ് ദ എബവ് ആണ് ആൻസർ. അപ്പോൾ ഈ ഇത്രയും മെറ്റീരിയൽ കൊണ്ട് സ്ക്രാപ്പർ നമുക്ക് മേക്ക് ചെയ്യാമെന്ന് ഓർക്കുക. അപ്പോൾ ഇത്രയും 50 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഏകദേശം എല്ലാ ഏരിയയും കവർ ചെയ്യുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ നിമി ടെക്സ്റ്റ് നല്ലപോലെ വായിക്കണം. ടെക്സ്റ്റിൽ നിന്ന് ഇനിയും ഓരോ ഏരിയയിൽ വരാൻ ചാൻസ് ഉണ്ട്. ടൈപ്സ് ഓഫ് ഡ്രില്ലിംഗ് മെഷീൻസ്, ഇപ്പോൾ റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻസ് എന്താണ്, അതുപോലെ ഗ്യാങ് ഡ്രില്ലിംഗ് മെഷീന്, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഗ്രിഡ് സൈസ്, ഗ്രെയിൻ സൈസ്, ഗ്രേഡ്, സ്ട്രക്ചർ, ഗ്രൈൻഡിങ് വീലിൻ്റെ ആ നോമൻക്ലേച്ചർ, പിന്നെ ഈ അബ്രസീവ്സിൻ്റെ യൂസ്, അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നൊരു ഏരിയ ആണ്. പിന്നെ ഇതോടുകൂടി നമ്മുടെ ഈ ട്രേഡ്സ്മാൻ ഫിറ്റർ എന്ന് പറയുന്ന ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയും ക്ലാസ് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ എക്സാം, ഓക്കെ, ഈ എക്സാം നമ്മളെങ്ങനെ ക്രാക്ക് ചെയ്യും എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. രജിസ്റ്റർ നമ്പർ അത് ആദ്യം പോയി എഴുതി തെറ്റിക്കരുത്, പിന്നെ നമുക്ക് അവിടെ നിന്ന് ഷീറ്റ് കിട്ടത്തില്ല, പിന്നെ അതോടെ നമ്മുടെ കിളി അവിടെ നിന്ന് പോകും. ഓക്കെ, അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രം രജിസ്റ്റർ നമ്പർ എഴുതുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ആദ്യമായിട്ടാണ് എക്സാം എഴുതുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന ടീച്ചേഴ്സിൻ്റെ അടുത്ത് അത് ചോദിക്കുക, അവരത് കൃത്യമായിട്ട് പറഞ്ഞുതരും. പിന്നെ നമുക്കുള്ളത് ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഇടുന്നവർ. ഇപ്പോൾ ഒരു 100 ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു 5 ക്വസ്റ്റ്യൻ പ്രോബ്ലം ഉണ്ടെന്ന് ഓർത്തോ. ഈ 5 ക്വസ്റ്റ്യൻ ചിലപ്പോൾ ആദ്യം 3 ക്വസ്റ്റ്യൻ ആദ്യത്തെ 1, 2, 3 ക്വസ്റ്റ്യൻ ആയിട്ട് ഇട്ടേക്കും. അതിൽ നമുക്ക് ഈ പൈഡി n/1000 ഒക്കെ വെച്ച് ചെയ്യാനുള്ള പ്രോബ്ലംസ് കാണും. ഓക്കെ, അങ്ങനെയുള്ള പ്രോബ്ലംസ് ആദ്യം കയറി അറ്റൻഡ് ചെയ്യരുത്. സിമ്പിളായിരിക്കാം, പക്ഷേ ആദ്യം കയറി അറ്റൻഡ് ചെയ്ത് ടൈം അവിടെ നമുക്ക് പോകും. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം അറ്റൻഡ് ചെയ്യാതിരിക്കുക. ആദ്യമേ നമുക്കറിയാവുന്ന ഒരു 50 ക്വസ്റ്റ്യൻ നമുക്കറിയാവുന്നതാണ് ഡയറക്റ്റ്. ആ 50 ക്വസ്റ്റ്യൻ ഫസ്റ്റ് റൗണ്ടിൽ ചെയ്ത് തീർക്കുക. സെക്കൻഡ്, ആ ഫസ്റ്റ് റൗണ്ട് അത് ചെയ്തതിന് ശേഷം പ്രോബ്ലത്തിലേക്ക് നമ്മൾ കയറണം. അവസാനം പ്രോബ്ലം ചെയ്യാൻ നിൽക്കരുത്. 90 മിനിറ്റിനോ അല്ലെങ്കിൽ 80 to 90 മിനിറ്റ്സ് ആ ടൈമിൽ നമ്മൾ പ്രോബ്ലം ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനായിരിക്കും, അതുപോലെ തന്നെ തെറ്റാനുള്ള ചാൻസ് ഉണ്ട്.
പിന്നെ നമുക്ക് ഇതിൽ നിന്ന് അറിയാനുള്ളത്, ഇപ്പോൾ നമ്മളൊരു ഓപ്ഷൻ 21ൻ്റെ ക്വസ്റ്റ്യൻ വായിച്ചു. നമ്മൾ OMR ഷീറ്റിൽ നമുക്ക് അതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് അറിയാം. ബി ആണ് ആൻസർ. 22 23 ബി പോയി കറുപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിളി പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത്. പിന്നെ കറക്കി കുത്തുന്നത് അത് നിർത്തിയേക്കണം. അപ്പോൾ നമുക്ക് 80 ക്വസ്റ്റ്യനെ അറിയത്തുള്ളൂ, 80 മതി. പിന്നെ നമ്മളവിടെ കറക്കി കുത്തി അത് മൈനസ് കയറ്റാൻ നിൽക്കരുത്. നമ്മൾ ഈ മൈനസ് കയറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ റാങ്ക് താഴത്തോട്ട് എത്തിക്കും. പിന്നെ ഒരിക്കലും എക്സാം ഹാളിലിരുന്ന് നമ്മൾ കട്ട് ഓഫ് പ്രഡിക്റ്റ് ചെയ്യരുത്. അയ്യോ ഈ ക്വസ്റ്റ്യന് 90 എബോ ആയിരിക്കും കട്ട് ഓഫ്, ഞാൻ 80 അല്ല 85 അറ്റൻഡ് ചെയ്തുള്ളൂ, ഞാനതുകൊണ്ട് താഴെ പോകും. ഒരിക്കലും ഇല്ല. അപ്പോൾ നിങ്ങളൊരു എബോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരിക്കും, ഇപ്പം ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പം നിങ്ങളുടെ അതേ കൺഫ്യൂഷനിലായിരിക്കും ബാക്കിയുള്ളവരും. എക്സലൻ്റ് എന്ന് പറയുന്നത് ഒരു 1 മുതൽ 10 പേര് എക്സലൻ്റ് കാണുമായിരിക്കും. ഓക്കെ, അത് വിട്ടേക്ക്, ആ കാര്യമൊന്നും നമ്മൾ നോക്കണ്ട. നമ്മളൊരു എക്സാം എഴുതാൻ പോകുന്നിടത്ത് നമ്മൾ ആയിരിക്കണം നമ്മുടെ മനസ്സിൽ സൂപ്പർ സ്റ്റാർ. ഓക്കെ, നമുക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റും, നമുക്കിത് പറ്റും. ആ രീതിയിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ നല്ല റാങ്കോടെ പാസ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു റിവിഷൻ ചെയ്യാൻ. റിവിഷനൊക്കെ കറക്റ്റായിട്ട് ചെയ്തവർക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓരോ മോഡ്യൂൾ കഴിയുമ്പോഴും ലോഡ് കൂടാതിരിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചവർക്ക് എക്സാം എളുപ്പമായിരിക്കും. പിന്നെ ഇനിയുള്ള ടൈം നിങ്ങൾ MCQസിൻ്റെ പുറകെ പോകാതെ ആ നിമി ടെക്സ്റ്റ് ബുക്ക് മാക്സിമം വായിക്കുക. ഓക്കെ, പിന്നെ നിങ്ങളോട് റിവിഷനൊക്കെ പറഞ്ഞിരുന്നു, പക്ഷേ എനിക്ക് റിവിഷൻ ചെയ്യാനൊന്നും ടൈം കിട്ടിയിട്ടില്ല. ഈ ക്ലാസ് ഞാൻ അറിയാലോ 1 മാൻ ഷോ ആയിരുന്നു, വേറെ ആരുടെയും സപ്പോർട്ടില്ല, ഞാൻ തന്നെ ഇതെല്ലാം ചെയ്ത് അതുപോലുള്ള രീതിയിലാണ് വർക്ക് ടൈമും എല്ലാം കൂടെ മാനേജ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രൊവൈഡ് ചെയ്തത്. ലാസ്റ്റ് 2 മോഡ്യൂൾ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിൽ 4th മോഡ്യൂൾ ഒരു 75% ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലാസ് ലാസ്റ്റ് മോഡ്യൂൾ ഒരു 3rd മോഡ്യൂൾ ആ ഫയൽസിൻ്റെ സെക്ഷൻ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ നിന്ന് കുറച്ച് എക്സ്പെക്ട് ചെയ്യാൻ ക്വസ്റ്റ്യൻസ്, പിന്നെ ഇന്ന് നടന്ന MCQസും അതിലും എക്സ്പെക്ട് ചെയ്യാവുന്ന ഏരിയയാണ്. അപ്പോൾ അത് ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം, നല്ലപോലെ പഠിക്കുക. ഞാനിതൊരു ട്രയലായിട്ടായിരിക്കും അറ്റൻഡ് ചെയ്യുക. ജൂനിയർ ഇൻസ്ട്രക്ടർ ഓൾറെഡി പ്ലംബറിൻ്റെ ലിസ്റ്റിലുണ്ട്, മെയിൻ ലിസ്റ്റാണ്. അതിൻ്റെ ഇൻ്റർവ്യൂവിന് ഇനി പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഷീറ്റ് മെറ്റൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല, നമുക്ക് അതിൻ്റെ ക്ലാസ് വരും ടൈമിൽ നോക്കാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ചാനൽ മോണിറ്റൈസ് ചെയ്യേണ്ട ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സാം എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ടൈം കിട്ടാൻ നേരത്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുക, ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. മെക്കാനിക്കൽ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്കും ഈ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്.